ജനുവരിയിലെ മരം കോച്ചുന്ന തണുപ്പുള്ള പുലർവേളയിലും കൃത്യം 12:45 തന്നെ ചെന്നൈ മംഗലാപുരം വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കിതച്ച് ചൂളം വിളിച്ചുകൊണ്ട് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വന്നു നിന്നതോടെ അതുവരെ സ്വപ്നത്തിൽ എന്ന പോലെ ഇടയ്ക്കിടെ തീവണ്ടിയുടെ സമയവിവരങ്ങൾ മാത്രം വിളിച്ചു പോയിരുന്ന സ്റ്റേഷൻ പരിസരം പെട്ടെന്നുണർന്ന് തിക്കും തിരക്കും കൂട്ടി ശബ്ദമുഖരിതമായി. തങ്ങളുടെ റിസർവേഷൻ കമ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാൻ വെപ്രാളപ്പെട്ട് ഓടി നടക്കുന്നവരുടെ വേവലാതി, സ്വീകരിക്കാനെത്തിയവരുടെ സന്തോഷവും ചിരിയും, യാത്രയാക്കുവാൻ വന്നവരുടെ കണ്ണീരുപ്പിന്റെ നനവും ഗദ്ഗതവും, വിരഹത്തിന്റെ ചൂടുകലർന്ന തപ്ത നിശ്വാസങ്ങൾ, പിന്നെ ചായ കാപ്പി വിൽപ്പനക്കാരുടെയും പത്രവിൽപ്പനക്കാരുടെയും ബഹളം. തണുത്തു വിറച്ച് പല്ലുകൾ കൂട്ടിയിടിച്ച് കൂനിക്കൂടി സ്റ്റേഷന്റെ മങ്ങിയവെട്ടമുള്ള ഒരറ്റത്ത് സിമെന്റ് വെച്ചിരുന്ന അയാളും മഞ്ഞുകൊള്ളാതിരിക്കാനായി തലയിലിട്ടിരുന്ന കൈലേസ് എടുത്ത് മുഖം തുടച്ചുകൊണ്ട് പോക്കറ്റിൽ നിന്നും ചീപ്പെടുത്ത് ഒന്നുകൂടെ മുടി ചീകിയൊതുക്കിയ ശേഷം തന്റെ ചെറിയ ബാഗും എടുത്തുകൊണ്ട് ഏറ്റവും പിന്നിലുള്ള നമ്പർ ജനറൽ കമ്പാർട്ട്മെന്റ് ലക്ഷ്യമാക്കി ധൃതിയിൽ വലിച്ചു നടന്നു. താരതമ്യേന തിരക്കുറവായിരുന്ന ജനറൽ കമ്പാർട്ട്മെന്റിനുള്ളിൽ 5-6 പേര് ഇരിക്കാനുള്ള സീറ്റ് കിട്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ബർത്തിലൊക്കെ യാത്രക്കാർ നീണ്ടു നിവർന്ന് മൂടിപ്പുതച്ച് സുഖ സുഷുപ്തിയിലാണ്. സീറ്റിലിരിക്കുന്നവരിലും ഭൂരിഭാഗവും നല്ല ഉറക്കമായിരുന്നു. സീറ്റ് കിട്ടാത്തവർക്ക് ഒതുങ്ങിയിരുന്ന് സീറ്റ് കൊടുക്കേണ്ടി വരുമെന്നതിനാൽ ഉറങ്ങാതെ ചിലർ കണ്ണുകൾ അടച്ചുകൊണ്ട് ഉറക്കം നടിക്കുന്നുണ്ടെന്ന കാര്യം അടച്ചുപിടിച്ച കണ്ണിമയുടെ അനക്കത്തിലൂടെയും അസ്വസ്ഥതയോടെ മന്ദഗതിയുള്ള കാലുകളുടെ ചലനത്തിലൂടെയും മനസ്സിലാവുന്നുണ്ടായിരുന്നു. തോളിലുള്ള ബാഗ് എടുത്ത് ജനാലക്ക് മുകളിൽ കൊളുത്തിൽ തൂക്കിയിട്ട ശേഷം അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴെങ്കിലും സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ മുന്നിലുള്ള സീറ്റിലെ യാത്രക്കാരെ വീക്ഷിച്ചുകൊണ്ട് ഇരിപ്പിടം കിട്ടാത്ത മറ്റുള്ളവരെ പോലെ അയാൾ നിലയുറപ്പിച്ചു. തൊട്ടടുത്ത സീറ്റിലുള്ള മധ്യവയസ്കരായ ദമ്പതികളും യുവതികളായ 2 പെൺകുട്ടികളും ഒരു കൗമാരക്കാരനും ഒരു കുടുംബമാണെന്ന് തോന്നി. അവർക്ക് നേരെതിരെയുള്ള സീറ്റിന്റെ ജനാലക്കരികിൽ ഉറക്കം നടിച്ചുകൊണ്ട് ഇളം മഞ്ഞ നിറത്തിലുള്ള ഷിഫോൺ സാരി ധരിച്ചിരുന്ന വെളുത്ത് കൊലുന്നനെയുള്ള ഒറ്റനോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന ശാലീന സുന്ദരിയായ ഒരു യുവതിയും ഒരു മധ്യവയസ്കനും പിന്നെ 2 ചെറുപ്പക്കാരും ഇരിക്കുന്നുണ്ടായിരുന്നു. യുവതിയുടെയും മധ്യവയസ്കന്റെയും ഇടയിൽ ആർക്കോ വേണ്ടി സ്ഥലം മാറ്റിവെച്ച പോലെയോ അതിർത്തി തിരിച്ചതുപോലെയോ ഒരു വാനിറ്റി ബാഗും സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് മറ്റാരെങ്കിലും കൂടെ കാണുമായിരിക്കും. അവർ ടോയ്ലറ്റിലോ മറ്റോ പോയി കാണും, അയാൾ ഊഹിച്ചു. ട്രെയിൻ സ്റ്റേഷനിൽ നിന്നും ചൂളം വിളിച്ചുകൊണ്ട് പതിയെ മുന്നോട്ട് ചലിച്ചു തുടങ്ങി. വേഗം കൂടിയപ്പോൾ ജനാലക്കമ്പിൽ പിടിച്ചു വിതുമ്പിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ യാത്രാമൊഴി ചൊല്ലുന്നവരുടെയും ചായാപത്രം വിൽപ്പനക്കാരുടെയും ബഹളം അടങ്ങിയതോടെ തിരക്കിലും ബഹളത്തിലും ഉറക്കം ഞെട്ടിയിരുന്ന യാത്രക്കാർ തീവണ്ടിയുടെ താരാട്ടും കേട്ടുകൊണ്ട് പതിയെ പതിയെ വീണ്ടും ഉറക്കത്തിലേക്കും മടങ്ങി തുടങ്ങിയിരുന്നു. തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്നും വിരലിലെണ്ണാവുന്നവർ മാത്രമാണ് കയറാനും ഇറങ്ങാനും ഉണ്ടായിരുന്നുകൊണ്ട് പ്രതീക്ഷയ്ക്ക് വിപരീതമായി അവിടെ വെച്ച് ഇരിപ്പിടം കിട്ടാതായപ്പോൾ അയാൾക്ക് വല്ലാത്ത നിരാശ തോന്നി. ആരും ക്ഷണിക്കാതെ തന്നെ ജനാലയുടെ വിടവിലൂടെ നുഴഞ്ഞു കയറി വരുന്ന ഇളം കാറ്റിന്റെ കുളിരിൽ ഉറക്കം കനം തൂങ്ങുന്ന മിഴികളുമായി അസ്വസ്ഥതയോടെ ചുറ്റും നോക്കിയപ്പോൾ സീറ്റിലിരിക്കുന്ന യുവതിയുടെ ബാഗിന്റെ സ്ഥാനത്ത് ഇതുവരെ ആരും വന്നിരിക്കാത്തതുകൊണ്ട് അവിടെ ആരും വരാനില്ലെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു. പക്ഷെ അവിടെ പോയിരിക്കാൻ ഒരു ധൈര്യക്കുറവ്. വണ്ടി വടകര പിന്നിട്ടപ്പോൾ യുവതിയുടെ തൊട്ടടുത്തിരുന്ന മധ്യവയസ്കൻ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കണ്ണു തുറന്ന് ചില്ലുജാലകത്തിലൂടെ ഏന്തി വലിഞ്ഞു നോക്കിക്കൊണ്ട് വേവലാതിയോടെ പുറത്തേക്ക് നോക്കിയ ശേഷമാണ് വണ്ടി ഏത് സ്റ്റേഷനാണ് കഴിഞ്ഞെന്ന് ആംഗ്യഭാഷയിൽ അയാളോട് ചോദിച്ച്. വടകര, അയാൾ പതിയെ മറുപടി പറഞ്ഞു. ഓ എന്ന് മൂളിക്കൊണ്ട് മധ്യവയസ്കൻ സീറ്റിലേക്ക് ഒന്നുകൂടെ ചാരിയിരുന്നുകൊണ്ട് വീണ്ടും കണ്ണടച്ചു. സീറ്റിലിരുന്ന യുവതിയാവട്ടെ ഉറക്കം ഞെട്ടിയതുപോലെ കണ്ണു തുറന്ന് കോട്ടുവായിട്ടുകൊണ്ട് കാല് നീട്ടി മുന്നിലെ സീറ്റിനടിയിലേക്ക് വെച്ച ശേഷം ബാഗ് തുറന്ന ഒരു സ്വെറ്റർ എടുത്ത് പുതക്കുന്നതും സാരി തലപ്പ് വലിച്ച് തലവഴി മൂടിക്കൊണ്ട് പുറത്തേക്കനത്ത് ഇരുട്ടിലേക്കും മഞ്ഞുകണം ഇറ്റ് വീഴുന്ന തണുപ്പിലേക്കും അലക്ഷ്യമായി മിഴിനട്ടിരിക്കുന്നതും അയാൾ ശ്രദ്ധിച്ചു. ട്രെയിൻ മാഹിയിലെത്താറായപ്പോഴേക്കും മധ്യവയസ്കൻ പതിയെ കണ്ണു തുറന്നുകൊണ്ട് ഉറക്കത്തിലെന്ന പോലെ തന്നോട് ചിരിക്കുന്നത് കണ്ടപ്പോഴാണ് അയാൾ ഇറങ്ങിയെങ്കിൽ ഇരിപ്പിടം ഒഴിഞ്ഞു കിട്ടുമെന്ന പ്രതീക്ഷയോടെ ചോദിക്കാതെ തന്നെയാണ് അയാൾ പറഞ്ഞത്. മാഹി, ഞാൻ കാഞ്ഞങ്ങാട്ടേക്കാ. മധ്യവയസ്കന്റെ ചിരിച്ചുകൊണ്ടുള്ള മറുപടി ഈ സീറ്റിന് ഇപ്പോഴൊന്നും കൊതിക്കേണ്ടെന്ന ധ്വനിയുണ്ടെന്ന് ജാള്യതയോടെ അയാൾ മനസ്സിലാക്കി. എങ്ങോട്ടേക്കാ? വീണ്ടും ചോദ്യം. മംഗലാപുരം. പുറത്തിരുട്ടിലേക്ക് നോയിക്കൊണ്ടുള്ള അയാളുടെ മറുപടി കേട്ടതോടെ മധ്യവയസ്കൻ നീട്ടിമൂളിക്കൊണ്ട് യുവതിയുടെ ബാഗ് സൂക്ഷിച്ചിരുന്ന സ്ഥലത്തിരിക്കാൻ എന്നെ കണ്ണുകൾ കൊണ്ട് ക്ഷണിക്കുന്നു, അവിടെ ആരും ഇരിക്കാനില്ലെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നതും കണ്ടു. അത് കണ്ടതോടെ അയാൾ പ്രതീക്ഷയോടെ യുവതിയെ നോക്കിയെങ്കിലും അവരൊന്നും ശ്രദ്ധിക്കാത്ത ഭാഗത്തിൽ പുറത്തിരുട്ടിലേക്ക് തന്നെ മുഖം പൊഴുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എക്സ്ക്യൂസ് മീ. മുരടനയ്ക്ക് തൊണ്ട ശരിയാക്കിയാണ് അയാൾ അവരെ വിളിച്ച്. ബാഗ് നിങ്ങളുടേതാണോ? അയാൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അല്പം പരിങ്ങലോടെ ചോദിച്ച്. അതെ, അതിന് തനിക്കെന്ത് വേണം എന്ന് ചോദിക്കുന്ന രീതിയിൽ മുഖത്തേക്ക് നോക്കിയതല്ലാതെ അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. അതെടുത്ത് ആ കൊളുത്തിൽ തൂക്കിയിട്ട
പഞ്ചപുച്ഛമടക്കി വിനയാനീത ഭാവത്തിൽ ചോദിച്ചുകൊണ്ട് അയാൾ അർത്ഥോഗതിയിൽ നിർത്തി. വേറെ സീറ്റൊന്നും ഒഴിവില്ലേ പെണ്ണുങ്ങളെ മുട്ടിയിരുമിരിക്കാൻ? ഈർഷ്യയോടെ അയാളെ നോക്കി പിറുവിറുത്തുകൊണ്ടാണ് അവൾ തന്റെ ബാഗ് എടുത്ത് വലിച്ചെറിയും പോലെ അയാളുടെ ബാഗ് കൊളുത്തിയിട്ട കൊളുത്തിൽ തന്റെ ബാഗ് കൊളുത്തിയിട്ടുകൊണ്ട് തിങ്ങിയൊതുങ്ങിയിരുന്നത്. അവൾ പിറുവിറുക്കുന്ന മറ്റാരെങ്കിലും കേട്ടിരുന്നോ എന്ന് ചുറ്റും നോക്കുമ്പോൾ അയാൾക്ക് ദേഷ്യവും വല്ലാത്ത ജാളിതയും തോന്നുന്നുണ്ടായിരുന്നു. ഇല്ല, ഭാഗ്യം. മധ്യവയസ്കനടക്കം എല്ലാവരും നല്ല ഉറക്കമാണ്. പരുഷമായി അവളെ നോക്കിയ ശേഷമാണ് അയാൾ അവൾക്കരികിൽ സീറ്റിൽ ഒതുങ്ങിയിരുന്നു. എങ്ങോട്ടാ? അല്പസമയത്തിന് ശേഷമാണ് ജാളിത മറക്കാനെന്നോണം അവളോട് ചോദിച്ച്. മൗനമായിരുന്നതിനുള്ള മറുപടി എന്ന് മനസ്സിലായപ്പോൾ അയാൾക്ക് വല്ലാത്ത കുറച്ചിൽ തോന്നി. ഒരു വേള അവിടെ ഇരുന്ന് എഴുന്നേറ്റ് മാറിയിരുന്നാലോ എന്ന് ആലോചിച്ചെങ്കിലും കണ്ണിലെ ഉറക്കത്തിന്റെ പൊളിപ്പും അസ്ഥിയിലേക്ക് പോലും അരിച്ചേറുന്ന തണുപ്പും അത്തരമൊരു സാഹസത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചു. സീറ്റിലേക്ക് ചാരിക്കിടന്ന് കണ്ണടച്ചപ്പോൾ എപ്പോഴാണ് ഉറക്കം കൺപോളകളെ തഴുകി ഉറക്കിയതെന്നറിയില്ല. ഉറക്കത്തിൽ എപ്പോഴോ 2-3 തവണ അറിയാതെ തന്റെ തല അവളുടെ ചുമലിലേക്ക് ചായുന്നതും അതേ വേഗതയിൽ തന്നെ അവൾ ഈർഷ്യയോടെ തട്ടിമാറ്റിയതും അയാൾ അറിയുന്നുണ്ടായിരുന്നു. ഏതോ സ്നാക്സിന്റെ പ്ലാസ്റ്റിക് പാക്കറ്റ് പൊട്ടിക്കുന്നതിന്റെ പളവളാ ശബ്ദവും കടിച്ചു തിന്നുന്നതിന്റെ കറുമുറു എന്ന അസഹ്യമുണ്ടാക്കുന്ന ശബ്ദവും ചെവിക്കരികിൽ ഒരുമിച്ച് കേട്ടപ്പോഴാണ് അയാൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് കണ്ണു തുറന്ന് വാച്ചിൽ നോക്കിയപ്പോൾ സമയം 3 മണി കഴിഞ്ഞിരിക്കുന്നു. തൊട്ടടുത്തിരിക്കുന്ന യുവതി ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ കയ്യിലുള്ള ചെറിയ പാക്കറ്റിൽ നിന്നും കുർക്കുറയോ ലൈസോ മറ്റോ പെറുക്കി കൊറുക്കുന്നതിന്റെ കറുമുറി ശബ്ദമാണ് കേട്ടെന്ന് ഒറ്റ കാഴ്ചയിൽ അയാൾക്ക് മനസ്സിലായി. ട്രെയിൻ കണ്ണൂർ സ്റ്റേഷൻ കഴിഞ്ഞു കാണുമെന്ന് സമയം കൊണ്ട് ഊഹിക്കുകയും ചെയ്തു. പയ്യന്നൂരിലെത്തിയപ്പോഴേക്കും തിരക്ക് കൂടി തുടങ്ങിയിരുന്നു. കച്ചവട ആവശ്യങ്ങൾക്ക് പോകുന്ന സ്ഥിരം യാത്രക്കാരായ കച്ചവടക്കാരുടെയും ചെലവ് കുറഞ്ഞ വിദഗ്ധ ചികിത്സാ ആവശ്യത്തിന് വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് പോകുന്ന രോഗികളുടെയും അവരുടെ സഹായികളുടെയും 2 ദിവസത്തെ അവധി കഴിഞ്ഞ് മംഗലാപുരത്തെ കോളേജിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെയും ചായ കാപ്പി വിൽപ്പനക്കാരുടെയും പത്രം വിൽപ്പനക്കാരുടെയും തിക്കും തിരക്കും കാരണം തീവണ്ടിയുടെ അകവും പുറവും ശബ്ദമുഖരിതമായി തുടങ്ങിയിരുന്നു. കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ മഞ്ഞുകണങ്ങൾ അവ്യക്ത ചിത്രങ്ങൾ വരച്ചിട്ടിരിക്കുന്ന തീവണ്ടിയുടെ ചില്ലുജനാല പാതി ഉയർത്തി. പത്രവിൽപ്പനക്കാരിൽ നിന്നും പത്രം വാങ്ങി സീറ്റിലിട്ട ശേഷം എഴുന്നേറ്റ് പാന്റിന്റെ പിൻ പോക്കറ്റിൽ നിന്ന് ആയാസപ്പെട്ട് പേഴ്സെടുത്ത് ചില്ലറ തുട്ടുകളെടുത്ത് കൊടുത്ത് തിരിഞ്ഞ് സീറ്റിലിരിക്കുമ്പോഴേക്കും അവൾ പത്രമെടുത്ത് ഗൗരവത്തോടെ വായന തുടങ്ങിയത് കണ്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. താൻ കാശ് കൊടുത്ത് വാങ്ങിയിരിക്കുന്ന പേപ്പറിലേക്ക് ആകാംക്ഷയുടെ ഏന്തി വലിഞ്ഞു നോക്കേണ്ട ഗതികേടിനെ കുറിച്ച് ഓർത്ത് സ്വയം സഹതപിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ പത്രത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സപ്ലിമെന്റ് ഷീറ്റ് ചിരിച്ചുകൊണ്ട് തന്റെ നേരെ ഔദാര്യപൂർവ്വം നീട്ടുമ്പോഴാണ് അയാൾ അവളെ ശരിക്കും ശ്രദ്ധിച്ചത്. വെളുത്ത നിറം, സ്പ്രിങ് പോലെ ചുരുണ്ടു കിടക്കുന്ന നീളം കുറഞ്ഞ മുടിയിഴകൾ, കൊളുത്തി വലിക്കുന്നത് പോലെ തോന്നുന്ന തിളക്കമുള്ള കണ്ണുകൾ, കോരിക്കുടിക്കുവാൻ മോഹിപ്പിക്കുന്ന വിടർന്ന ചുണ്ടുകൾ, നീണ്ട കഴുത്ത്, ഫേഷ്യൽ ചെയ്തു മിനുസപ്പെടുത്തിയ മുഖവും ത്രെഡ് ചെയ്ത് വില്ലുപോലെയാക്കിയ നേർത്ത പുരികവും. ഈ നാട്ടിൽ പെണ്ണായി പറന്നു പോകുന്നതിന് വലിയൊരു തെറ്റാണെന്ന് തോന്നുന്നു. ദാ ഇത് നോക്ക്. 6 വയസ്സുകാരി മുതൽ 60 വയസ്സുകാരി വരെ പീഡിപ്പിച്ച വാർത്തകളുടെ തൊട്ടു താഴെ സംശയത്തിന്റെ പേരിൽ പരപുരുഷ ബന്ധം ആരോപിച്ചുകൊണ്ടും ഭാര്യയെ വെട്ടിക്കൊന്നിരിക്കുന്ന മഹാന്റെ വാർത്തയാ. ലൈംഗിക താല്പര്യം പിടിച്ചിരിക്കുന്ന ഇതുപോലൊരു സമൂഹം ഈ ലോകത്തിൽ വേറെ എവിടെയും കാണില്ല. ആണിന് എന്തു ആവാലോ, പെണ്ണിന് മാത്രല്ലേ ചങ്ങലയും കൂച്ചുവിലും. പത്രത്തിന്റെ പേജുകൾ മറിച്ച് ഓടിച്ചു വായിക്കുന്നതിനിടെ കൊലപാതക പീഡന പേജിൽ കണ്ണുകൾ ഉടക്കിയപ്പോൾ അവൾ അമർഷത്തോടെ മുറുമുറുത്ത് കേട്ടപ്പോൾ അത്ഭുതത്തോടെയാണ് അയാൾ അവളുടെ മുഖത്തേക്ക് നോക്കിയത്. വായന തുടരുന്നതിനിടയിൽ വാർത്തയിലുണ്ടായിരുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ച് വികാരപരമായി ഇടയ്ക്കിടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിക്കാതിരിക്കാൻ അയാൾക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ പറയുന്നതും ചോദിക്കുന്നതുമൊക്കെ ആദ്യമാദ്യം അലക്ഷ്യമായും താല്പര്യമില്ലാതെയും മൂളി കേട്ടെങ്കിലും സമകാലികമായ ചില കാര്യങ്ങളിലുള്ള അവളുടെ അറിവുകൾ തന്നെ പോലെ അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് മനസ്സിലായപ്പോൾ അയാൾ ശ്രദ്ധയോടെ കാത് കൂർപ്പിക്കുകയും മറുപടി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മറുപടി പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. കാസർഗോഡ് സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും വടക്കൻ മലനിരകളിൽ ഉദയസൂര്യന്റെ പൊൻവിളിച്ച് മൊളിച്ച് കളിച്ച് കിഴക്ക് വെള്ളിയേറുവാൻ തുടങ്ങുന്നത് തീവണ്ടിയുടെ ജനാല ചില്ലുകളിലെ മഞ്ഞപടലങ്ങൾക്കിടയിലൂടെ പ്രകൃതി വരച്ചിട്ടിരിക്കുന്ന അവ്യക്ത ചിത്രങ്ങൾ പോലെ കണ്ടു തുടങ്ങിയിരുന്നു. ചിരപരിചിതമായ 2 വ്യക്തികളെപ്പോലെ ഒരേ താല്പര്യമുള്ള 2 പേരെന്ന നിലയിൽ താനും തൊട്ടടുത്തിരിക്കുന്ന അപരിചിതയും സഹയാത്രികയുമായ പെൺകുട്ടിയും വളരെ അടുത്ത് കഴിഞ്ഞതായി തോന്നി തുടങ്ങിയതുകൊണ്ടാണ് ആരുടെയൊക്കെയോ വേദനയും വിങ്ങലും വിരഹവും സന്തോഷവും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ട് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് വീണ്ടും പുകതുപ്പി കുതിച്ചു പാഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ ജനാലയിലൂടെ തലയിട്ടുകൊണ്ട് 2 ചായ വാങ്ങിയ ശേഷം ഒട്ടും സങ്കോചമില്ലാതെ അവളുടെ നേരെ നീട്ടിയത്. ഇതുവരെ പേര് പറഞ്ഞില്ലല്ലോ. ചുടുചായ മൊത്തി കുടിക്കുന്നതിനിടയിലാണ് അല്പം സങ്കോചത്തോടെ അയാൾ ചോദിച്ച്. ഇതുവരെ ചോദിച്ചില്ലല്ലോ. ചുണ്ടിന് നേരെ ഉയർത്തിയ ചായ പതിയെ താഴ്ത്തിയ ശേഷമാണ് വശ്യമായ ചിരിയോടെ അവൾ തിരിച്ച് ചോദിച്ച്. അല്പനേരം കഴിഞ്ഞാണ് തുടർന്ന് പറഞ്ഞത്. എൻ്റെ പേര് അഭിരാമി.
പാലക്കാട് ജില്ലയിലുള്ള ഒരു മലയോര ഗ്രാമത്തിലാണ് വീട്. മംഗലാപുരത്താണോ ജോലി? അവിടെ എന്ത് ചെയ്യുന്നു? താല്പര്യപൂർവ്വമാണ് അയാൾ വീണ്ടും തിരക്കിയത്. അതെ, അവിടെയുള്ള സ്കൂളിൽ ടീച്ചറാ. മറുപടിയിൽ എന്തോ പരിങ്ങലുള്ള പോലെ അയാൾക്ക് തോന്നി. ഇയാൾ മംഗലാപുരത്തേക്കാണോ? അവിടെ എന്താ പരിപാടി? മുഖത്തൊരു കുസൃതി ചിരി ക്ഷണിച്ചു വരുത്തിക്കൊണ്ടാണ് അവളുടെ അടുത്ത ചോദ്യം. ജോലിയൊന്നുമില്ലാത്ത തെക്കുവടക്ക് തെണ്ടി നടക്കുകയാണെന്നും UMCയിൽ അഡ്മിറ്റായ കൂട്ടുകാരൻ്റെ സഹോദരിയുടെ ഓപ്പറേഷന് വേണ്ടി രക്തം കൊടുക്കാൻ ഹോസ്പിറ്റലിൽ പോവുകയാണെന്നുള്ള സത്യം പറയാൻ എന്തുകൊണ്ട് അയാളുടെ മനസ്സ് സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ പതിവ് പോലെ നാവിൽ പെട്ടെന്ന് വന്നിരുന്ന ഉണ തന്നെ തട്ടിവിട്ടു. ഞാൻ UMCയിൽ ഓഫീസ് സ്റ്റാഫാ. മറുപടി കേട്ടപ്പോഴുള്ള അവളുടെ ചിരിയിൽ നിന്ന് വിശ്വസിച്ചില്ലെന്ന് തോന്നി. വീട്ടിലാരൊക്കെയുണ്ട്? വീണ്ടും തിരക്കി. അമ്മയും 3 അനിയത്തിമാരും. പത്രത്തിലൂടെ കണ്ണോടിക്കുന്നതിനിടെയാണ് അലക്ഷ്യമായ മറുപടി. അച്ഛൻ? സങ്കോചത്തോടെയാണ് അയാൾ അർത്ഥോഗതിയിൽ നിർത്തിയത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛൻ മരിച്ചുപോയി. താഴെയുള്ളവരുടെ പഠിപ്പും കഴിഞ്ഞ് അവർക്കൊരു ജോലിയും കിട്ടിയിട്ട് വേണം നാട്ടിലൊന്ന് സെറ്റിലാവാൻ. അച്ഛൻ്റെ ഓർമ്മയിൽ എന്ന പോലെ കുറച്ചു നേരം മൗനിയായ ശേഷം നഷ്ടപ്പെട്ട ഉത്സാഹം വീണ്ടെടുത്തുകൊണ്ടവൾ തുടർന്നപ്പോൾ അകലെ കാണുന്ന മംഗലാപുരം നഗരത്തിലെ പുകക്കുഴലുകൾ നോക്കി അയാൾ വെറുതെ മൂളുക മാത്രം ചെയ്തു. ട്രെയിൻ നേത്രാവതി പാലത്തിലെത്തിയപ്പോഴേക്കും അവൾ വാനിറ്റി ബാഗിൽ നിന്ന് ചീപ്പെടുത്ത് മുടി ചെയ്യുകയും കടലാസിൽ പൊതിഞ്ഞ ബാഗിൽ സൂക്ഷിച്ചിരുന്ന മുല്ലപ്പൂ മുട്ടുകൾ കോർത്തിരുന്ന മാലയെടുത്ത് തറയിൽ ചൂടുകയും തന്റെ നെറ്റിയിൽ ഒട്ടിച്ചിരുന്ന ചെറിയ സ്റ്റിക്കർ പൊട്ട് പറിച്ചെടുത്ത് ദൂരെ കളയുന്നു അയാൾ അത്ഭുതത്തോടെ നോക്കുകയായിരുന്നു. ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ആകെ മാറ്റം വന്നിരിക്കുന്നു. മുഖഭാഗത്തിൽ മാത്രമല്ല, അമ്പരപ്പോടെ നോയിക്കൊണ്ടിരിക്കുന്ന തന്റെ മുഖത്ത് നോക്കി ചിരിച്ചിരുന്ന വശ്യമായ ചിരിയിൽ പോലും മാറ്റമുണ്ടെന്ന് അയാൾക്ക് തോന്നി. പരിചയമില്ലാത്ത ജനങ്ങൾ, 2 സംസ്കാരം, 2 ഭാഷ, 2 സംസ്ഥാനം. ഇവിടെ ഇതൊക്കെയാ ഫാഷൻ. അവൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ തന്റെ മുഖത്തേക്ക് നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു നീർക്കോമിള തിളങ്ങി മിന്നി മറഞ്ഞു. അയാൾക്ക് സംശയം തോന്നി. കുട്ടികൾക്ക് എക്സാം എടുത്ത് അവർ കാത്തിരിക്കുന്നുണ്ടാവും. ചില മുതിർന്ന കുട്ടികൾക്ക് വലിയ ഫീസ് വാങ്ങി ട്യൂഷൻ കൊടുക്കാറുണ്ട്. അവർ കാത്തിരിക്കുന്നുണ്ടാവും. നീണ്ട ചൂളം വിളിയോടെ നേത്രാവതി പാലം കഴിഞ്ഞ ഉടനെ ചുരുണ്ടുകൂടാൻ പോകുന്ന തേരട്ടയെ പോലെ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് വേഗത കുറച്ചുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞ് സ്റ്റേഷനിലെത്തിയപ്പോൾ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ധൃതിയിൽ ബാഗും എടുത്ത് ചുമലിലിടുന്നതിനിടെ വീണ്ടും ഒരിക്കൽ കൂടി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് അവൾ പറയുന്ന കേട്ടപ്പോഴാണ് മൊബൈൽ നമ്പർ ചോദിക്കാമെന്ന് ഓർത്തത്. സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റ് ജനാലക്കെടുത്ത് തൂക്കിയിട്ടിരുന്ന ബാഗ് എടുത്ത് തോളിലിട്ടുകൊണ്ട് അവളുടെ പിന്നാലെ ഓടിയെത്തുമ്പോഴേക്കും അവസാന സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളവരുടെ തിരക്കിനിടയിലൂടെ ഒരു അഭ്യാസിയെ പോലെ ഒഴുകിയിറങ്ങിക്കൊണ്ട് അവൾ പ്ലാറ്റ്ഫോമിൽ എത്തിയിരുന്നു. പ്ലാറ്റ്ഫോമിലേക്ക് ഒരുവിധം നുഴഞ്ഞിറങ്ങിയ ശേഷം ആൾക്കൂട്ട തിരക്കുകൾക്കിടയിലൂടെ ഊളിയിട്ടുകൊണ്ട് സ്റ്റേഷന്റെ ഏറ്റവും അവസാനമുള്ള പുറത്തിറങ്ങാനുള്ള കവാട ലക്ഷ്യമാക്കി വേഗത്തിൽ നടക്കുമ്പോൾ പ്ലാറ്റ്ഫോമിലെ തിരക്കിനിടയിൽ അങ്ങ് ദൂരെയുള്ള മഞ്ഞ നിറമുള്ള അവളുടെ നേരത്തെ ഷിഫോൺ സാരിയും എണ്ണമയമില്ലാത്ത ചുരുളൻ മുടിയിഴകളും ഇടയ്ക്കിടെ മിന്നിമറയുന്നതും കാണാമായിരുന്നു. അവളുടെ പുറകെ തിക്കി തിരക്കി സ്റ്റേഷന്റെ പുറത്തെത്തുമ്പോഴേക്കും അവൾ വെളിയിൽ കാത്തിരുന്ന സിൽവർ നിറത്തുള്ള ഇന്നോവ കാറിൽ കയറുന്നതും ഡോറ് വലിച്ചടച്ച് കാറ് മുന്നോട്ട് നീങ്ങുന്നതും കണ്ടപ്പോൾ തള്ളവിരലിന്റെ നഖം കടിച്ച് തുപ്പിക്കൊണ്ടൊരു നിമിഷം നിന്ന ശേഷം നിരാശയോടെ അയാൾ പിന്തിരിഞ്ഞു. കൂട്ടുകാരന്റെ സഹോദരന്റെ ഓപ്പറേഷന് വേണ്ടി ചോരയൂറ്റി നൽകുമ്പോഴും മുറിയിൽ തിരിച്ചെത്തുമ്പോഴൊക്കെ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട അഭിരാമി എന്തുകൊണ്ടോ ഒരു ചോദ്യചിഹ്നമായും മരീചികയായും വിസ്മയമായും മറക്കാൻ പറ്റാത്ത സ്വപ്നമായും അയാളുടെ മനസ്സിൽ ഉത്തരമില്ലാത്ത അസ്വസ്ഥതയായി അവശേഷിക്കുകയായിരുന്നു. കൂട്ടുകാരന്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അവന് കൂട്ടായി ഹോസ്പിറ്റലിൽ തങ്ങേണ്ടി വന്നപ്പോഴും അഭിനിവേശത്തിന്റെ തീക്കാറ്റായി അഭിരാമി മനസ്സിൽ വീശി അടിച്ചുകൊണ്ടേയിരുന്നു. UMC ഹോസ്പിറ്റലിന്റെ 3ാം നിലയിലെ മുറിയുടെ വരാന്തയിൽ ആരും കാണാതെ സിഗരറ്റിന്റെ കൂടെ തലച്ചോറും മനസ്സും പുകച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത കെട്ടിടത്തിന്റെ 5ാം നിലയ്ക്ക് മുകളിലുള്ള വെള്ളി വെളിച്ചത്തിൽ തിളങ്ങുന്ന ബോർഡ് അയാൾ ശ്രദ്ധിച്ചത്. അതോടെ മനസ്സിൽ കുളിരുള്ള ഒരു മഴ പെയ്തിറങ്ങി. മനസ്സരുതെന്ന് വിലക്കുന്നുണ്ടെങ്കിലും ആ ബോർഡിലെ അക്ഷരങ്ങൾ അയാളെ പ്രലോഭിപ്പിച്ച് കൈമാടി വിളിച്ചുകൊണ്ടേയിരുന്നു. പതിയെ ഹോസ്പിറ്റലിന്റെ പടിയിറങ്ങി റോഡ് മുറിച്ചേർന്ന് ടിക്കറ്റ് എടുത്ത് കെട്ടിടത്തിനുള്ളിൽ അരണ്ട വെളിച്ചത്തിലേക്ക് കടന്ന് ആളൊഴിഞ്ഞ മൂലയിലെ ഒരു കസേരയിൽ ഇരുപ്പുറപ്പിച്ചുകൊണ്ട് ഒരു തണുത്ത ബിയറിന് ഓർഡർ ചെയ്തു. തണുത്ത തരിപ്പുള്ള ബിയർ തൊണ്ടക്കുഴിയിൽ കുരുകുരിപ്പുണ്ടാക്കി ഇറങ്ങുമ്പോഴും മനസ്സ് നിറയെ അഭിരാമിയായിരുന്നു. പെട്ടെന്ന് ബാറിന്റെ അകത്തളത്തിലെ ചെറിയ വേദിയിൽ വെളിച്ചം തെളിയുകയും വെസ്റ്റേൺ മ്യൂസിക്കിനാൽ ശബ്ദമാനമാകുന്നതും അയാൾ കണ്ടു. മുടിയും താടിയും നീട്ടി വളർത്തിയും ക്ലീൻ ഷേവ് ചെയ്തതും പകുതി താടി വളർത്തിയുമൊക്കെ ചിലർ സംഗീതോപകരണങ്ങളുമായി വേദിയിലേക്ക് കടന്നു വന്നതോടെ തട്ടുപൊളിപ്പൻ സംഗീതത്തിനനുസരിച്ച് മദ്യലഹരിയിൽ നിലത്തുറക്കാത്ത കാലുകളും മങ്ങിപ്പോയ കാഴ്ചകളുമായി തുളുമ്പുന്ന മദ്യചഷകങ്ങളും ഏന്തിക്കൊണ്ട് കാണികൾ നൃത്തച്ചുവടും തുടങ്ങി. വാദ്യോപകരണങ്ങളുമായി മല്ലടിച്ചുകൊണ്ട് വേദിയിലുള്ള ജീൻസും തിളങ്ങുന്ന ഷർട്ടുകളും ധരിച്ചിരിക്കുന്ന ചെറുപ്പക്കാരിൽ പലരും സ്ത്രീകളെപ്പോലെ മുടി നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു.
മുടിയും താടിയും വളർത്തിയ അവരിൽ പലരുടെയും മുഖത്തുള്ള ഒരുതരം സ്ത്രൈണഭാവമാണെന്ന് അയാൾക്ക് തോന്നി. അറപ്പുളവാക്കുന്ന സ്ത്രൈണത. ബാർ ഹോട്ടലിലെ മങ്ങിയെ വിളിച്ചണഞ്ഞു കഴിഞ്ഞാൽ ആവശ്യക്കാരുടെ കൂടെ ഹോട്ടൽ മുറികളിൽ ആണായും പെണ്ണായും കാമുകിയായും കാമുകനായും വേശിയായും വേഷം മാറുന്ന സ്ത്രൈണത. അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോഴൊക്കെ മയക്കുമരുന്ന് കടത്തുകാരുടെ ചെങ്ങലക്കണ്ണികളായി തീരുന്ന ക്രൂരതയുള്ള സ്ത്രൈണത. വാദ്യോപകരണങ്ങളുടെ ശബ്ദം മുറുകിക്കൊണ്ടിരിക്കെ വേദിയ മങ്ങിയ വെട്ടത്തിൽ ഒരു ഭാഗത്തുനിന്ന് തന്റെ മുഴുവൻ അംഗലാവണ്യങ്ങളുടെ കൊഴുപ്പും മുഴുപ്പും സ്ത്രൈണതയും പ്രദർശിപ്പിക്കുന്ന രീതിയിൽ അല്പവസ്ത്രധാരിയായ മതാരസയായ ഒരു പെൺകുട്ടി ഇണചേരുന്ന പാമ്പുകളുടെ സിൽക്കാര ശബ്ദത്തോടൊപ്പം കാമാസക്തിയുടെ ചേഷ്ടകളോടെ വേദിയിലെത്തി. ചടുല താളത്തിനൊത്ത് ഇക്കിളി പൂണ്ടതുപോലെ കനത്ത മാറിടങ്ങൾ കുലുക്കിയും അരക്കെട്ടു നിതമ്പു ആഭാസകരമായ രീതിയിൽ ഇളക്കിയും ഉന്മാദിയെപ്പോലെ നൃത്തവും തുടങ്ങിയതോടെ കാണികൾ ഹർഷാരവത്തോടെയും ചൂളം വിളികളോടെയും കൈയടിച്ച് അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കാണികൾ ചിലർ അവൾക്ക് ബാറിൽ നിന്ന് വില കൊടുത്ത് വാങ്ങുന്ന പ്ലാസ്റ്റിക് പൂമാലകളിൽ 1000-ന്റെയും 500-ന്റെയും ഗാന്ധിത്തല കോർത്തിട്ട് കൊടുത്ത് അവളുടെ അരക്കെട്ടിൽ പിടിച്ചു വരിഞ്ഞു മുറുക്കിക്കൊണ്ട് ആടിപ്പാടും. വായുവിലൂടെ അവൾക്ക് നേരെ ഇടതടവില്ലാതെ പറന്നു പോകുന്ന മദ്യത്തിന്റെ ഗന്ധവും കാമത്തിന്റെ ചൂടുള്ള ചുംബനങ്ങളും. തണുത്ത ബിയറിന് ശേഷം ഓർഡർ ചെയ്തതനുസരിച്ച് വെയിറ്റർ മേശമേൽ നിരത്തിയ ഇഷ്ട ബ്രാൻഡ് വിസ്കി നുണഞ്ഞിറങ്ങിക്കൊണ്ട് അതുവരെ കാണാത്ത ഞരമ്പിനെ തീപിടിപ്പിക്കുന്ന കാഴ്ചകൾ. അത്ഭുത ലോകത്തിലെത്തിയ ആലീസിനെ പോലെ കണ്ടുകൊണ്ടിരിക്കെ അയാൾ പതിയെ എഴുന്നേറ്റു. കൗണ്ടിൽ പോയി പ്ലാസ്റ്റിക് മുല്ലപ്പൂ കൊരുത്തുണ്ടാക്കിയ മാല വാങ്ങി കയ്യിൽ അവസാനമായി അവശേഷിച്ച 500 രൂപ അതിൽ കൊരുത്തിട്ട് വേച്ച് വേദിയിലേക്ക് നടന്നു. മാലയണിക്കാൻ കൈ ഉയർത്തിയപ്പോഴാണ് കവിളിൽ റോസ് പൗഡറിന്റെ ധാരാളിത്തവും ചുണ്ടുകളിൽ കടുനിറത്തിലുള്ള ലിപ്സ്റ്റിക്കും പുരട്ടിയ മുഖം ശ്രദ്ധിച്ചത്. തലച്ചോറിൽ നുരയ്ക്കുന്ന ലഹരിയുടെ മങ്ങിയ വെട്ടത്തിലെ മായക്കാഴ്ചയാണെന്ന് കരുതി കണ്ണടച്ചു തുറന്ന് ഒന്നുകൂടെ നോക്കി. അപ്പോഴേക്കും അവൾ അയാളെ കണ്ടിരുന്നു. കാമം മുട്ടിച്ചു വെച്ചിരുന്ന അവിടെ പിടക്കുന്ന മിഴികളൊന്ന് പതറിയ. അതെ, അവൾ തന്നെയായിരുന്നു. 4 സഹോദരിമാരെ അമ്മയെയും സംരക്ഷിക്കാൻ മംഗലാപുരം സ്കൂളിൽ ജോലി ചെയ്യുന്ന അഭിരാമി ടീച്ചർ. ട്രെയിനിന്റെ സീറ്റിൽ ഒതുങ്ങിയിരിക്കാൻ അപേക്ഷിച്ചപ്പോൾ സ്ത്രീകളെ തൊട്ടിരുമിയിരിക്കാനുള്ള ഞരമ്പ് രോഗത്തെ പരിഹസിച്ചിരുന്ന അഭിരാമി. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങളെക്കുറിച്ച് അപരിചിതനായ തന്നോട് അമർഷത്തോടെ സംസാരിച്ചിരുന്ന അഭിരാമി. ലൈംഗിക ദാരിദ്ര്യം പിടിച്ചിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് പരിതപിക്കുന്ന അഭിരാമി. ഇഷ്ടമുള്ള വലിയ കുട്ടികൾക്ക് വലിയ തുക ഫീസ് വാങ്ങിക്കൊണ്ട് രാവിലെയും വൈകിട്ടും ട്യൂഷൻ എടുത്തുകൊണ്ട് 3 സഹോദരിമാരെ അമ്മയും സംരക്ഷിക്കുന്ന അഭിരാമി. അവളുടെ കഴുത്തിൽ അണിയിക്കാനായി ഉയർത്തിയ പ്ലാസ്റ്റിക് മാല വലിച്ചു പൊട്ടിച്ച് കളഞ്ഞ ശേഷം അതിൽ കോർത്തിരുന്ന 500 രൂപയുടെ കാന്തിത്തല ചുരുട്ടി പിടിച്ചുകൊണ്ട് കനം തൂങ്ങുന്ന മനസ്സോടെ തിരികെ മുറിയിലേക്ക് നടക്കുമ്പോഴും ഉറക്കം വരാതെ ഇടം വരം തിരിഞ്ഞു കിടക്കുമ്പോഴും അഭിരാമിയും അവളുടെ നിസ്സഹായതയും പിന്നെയും ഒരു ചോദ്യചിഹ്നമായി അയാളുടെ മനസ്സിൽ നൊമ്പരം തീർക്കുകയായിരുന്നു.